ഇന്നത്തെ കുട്ടി യാത്ര കൊച്ചു വെളുപ്പിനാണേ. 6:30 സമയത്ത് വീട്ടിൽ നിന്നിറങ്ങി. കൊച്ചുവേളി റെയിൽവേ ക്രോസിംഗിൽ എന്നത്തെയും പോലെ 1 മിനിറ്റ് താമസം. പിന്നെ ക്രോസിംഗ് ഒക്കെ കടന്ന് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം വെട്ടുകാട് പള്ളിയുടെ ബീച്ചാണ്. അവിടെ കരയടി വല വലിക്കുന്നുണ്ടെന്നും ജീവനുള്ള മീനിനെ കിട്ടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മീനിന് വലയൊക്കെ വലിച്ച് മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ തൊട്ടടുത്ത ലക്ഷ്യസ്ഥാനം ശംഖുമുഖം ബീച്ച്. അധിക ദൂരമൊന്നുമില്ല വെട്ടുകാട് പള്ളിയിൽ നിന്ന്. ഏതായാലും അവിടെ ഞങ്ങളെ തുണച്ചു. അവിടെ ഒരു വല വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്ത് പെട്ടെന്ന് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി അവിടെ എത്തിയ വല കരയ്ക്കെത്താൻ വേണ്ടി 10 മണി കഴിഞ്ഞു കേട്ടോ. നല്ല കഷ്ടപ്പാടാണ് അത് വലിച്ച് കരയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അധികം ആഴക്കടലിൽ ഇടുന്ന വലയല്ല ഇത്. കരയിൽ നിന്ന് കുറച്ച് ദൂരത്തോളമായി വലിയ വല വിരിച്ചിട്ട് 2 ഭാഗങ്ങളിലായിട്ട് ഓരോ കൂട്ടം ആളുകൾ നിന്നിട്ടാണ് അത് വലിച്ചു കയറ്റുന്നത്. നിസ്സാര പണിയല്ല കേട്ടോ. വലിയ വടം പോലത്തെ കയറ് വലിച്ച് 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 ഉരുട്ടി 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 അവരിടും ഇങ്ങനെ കരയിലേക്ക്. വലിക്കുമ്പോ തന്നെ ആ കയറൊക്കെ ഇങ്ങനെ നല്ല വട്ടത്തിലിടുന്ന കാണാൻ നല്ല രസമാണ്. നല്ല അധ്വാനാണ്, വേർത്ത് കുളിക്കുന്നുണ്ട്. ഒരു ഓളത്തിന് പാട്ടൊക്കെ ഇട്ട് ഏലൈസൊക്കെ വിളിച്ച് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ മീൻ കരയ്ക്ക് അടുത്ത് വരുംതോറും ആ 2 ദിക്കിലായിട്ട് നിൽക്കുന്ന ആളുകളും അടുത്ത് വരും കേട്ടോ. വലിയ തിരകളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ നാട്ടുകാരും ആരും ബീച്ചിലേക്ക് ഇറങ്ങി കണ്ടില്ല, കാണാൻ വന്നവരൊന്നും. അപകടം ഉണ്ടാവുമെന്നുള്ളത് കൊണ്ടായിരിക്കാം മീൻ പിടിക്കുന്നവർ മാത്രമാണ് ബീച്ചിന്റെ കരയിൽ ഇറങ്ങി നിന്ന് കണ്ടത്. രാവിലെ തന്നെ ബീച്ചിൽ കാറ്റൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം പതുക്കെ ചൂടൊക്കെ ആയി തുടങ്ങി. ഒരു കുഞ്ഞു തോണി വരുന്നുണ്ടായിരുന്നു. തോണി ഇങ്ങനെ തിര വരുന്നതിനനുസരിച്ചാണ് കരയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. തിരയില്ലാത്ത സമയത്ത് അങ്ങനെ അനങ്ങാതെ കിടക്കും. തിര വരുമ്പോ അതിനൊപ്പം തുഴഞ്ഞും കരയിലേക്ക് പെട്ടെന്ന് അവരടുപ്പിച്ചു കേട്ടോ. കരയിലേക്ക് എത്തുമ്പോഴത്തേക്കും 3-4 ആളുകൾ പോയി അത് വലിച്ചു കയറ്റി സാധാരണ പോലെ. നല്ല രസമായിരുന്നു അത് വരുന്ന കാണാനൊക്കെ. ബീച്ചിന്റെ പരിസരം ഒന്നും വലിയ വൃത്തിയൊന്നുമില്ല. ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളുണ്ട്. കടലിൽ നിന്ന് വന്ന് അടിയുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ, ചില്ലു കുപ്പികള്, പിന്നെ സ്വാഭാവികമായി മനുഷ്യർ തന്നെ വലിച്ചെറിയുന്ന ഒരുപാട് ഡയപ്പറുകൾ. ഈ വല അടുക്കും തോറും ഒരു 2 പേര് 2 അരികിൽ നിന്നും അതിലേക്ക് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വലയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനാവാം. അവര് പിന്നെ വല കരയ്ക്കെത്തുന്നോടം വരെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. തിര വരുമ്പോഴത്തേക്കും അവര് പതുക്കെ മുങ്ങും. തിര അവരുടെ മുകളിലേക്ക് പോകുന്നു പറയുന്നത് പോലെ മുങ്ങുന്നുണ്ട്. ഇതാ വല കരയിലേക്ക് എത്തിക്കഴിഞ്ഞു. മത്തിയാണ് കൂടുതലും കേട്ടോ. പക്ഷെ അവര് പറയുന്നുണ്ടായിരുന്നു കിട്ടിയ മീൻ കുറവാണെന്ന്. അത് ഓരോ ദിവസത്തെ ഭാഗ്യം പോലെ ഇരിക്കും അത്രേ. ഇന്ന് അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുതലാണ്. മീനിന് വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് 100 രൂപയ്ക്ക് ഏകദേശം നമ്മുടെ പഴയ 50 പൈസയുടെ കൂടുതൽ ഒരു 1/4 ഭാഗത്തോളം മത്തി തന്നിരുന്നു. അന്ന് ഒരുപാട് കിട്ടിയ ദിവസമായിരുന്നു. ഇന്ന് പക്ഷെ എമൗണ്ട് കുറവായത് കൊണ്ട് തന്നെ പൈസയും കൂടുതലാണ്. ഈ വയലറ്റ് കളറിൽ കാണുന്നത് എന്തോ കടൽ ചേന, ചൊറിയൻ ചേന എന്നൊക്കെയാണ് അവര് പറയുന്നത്. ജെല്ലി ഫിഷ് ഒക്കെ ആണെന്ന് മോബ് പറയുന്നുണ്ടായിരുന്നു. അത് അവര് കടലിലേക്ക് തന്നെ കളയും. പിന്നെ കിട്ടിയത് മത്തിയും പരവയും അയലയും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് മത്തിയും കുറച്ച് പരവയും അയലയും ഒക്കെ വാങ്ങിച്ചു. ഏത് മീൻ വാങ്ങിച്ചാലും മനസ്സിനൊരു സംതൃപ്തിയാണ്. വിഷമില്ലാതെ ഫ്രഷ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന മീൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക്